ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു പാൻ, ഫ്രൈങ് പാൻ, പിന്നെ ഒരു കോക്കനട്ട് ഓയിൽ പ്രസ് കൊടുക്കാം. ഓ, പ്യുവർ കോക്കനട്ട് ഓയിൽ അല്ലേ? ഓക്കെ, അപ്പം വേറൊരു കാര്യം, ഈ ചിക്കൻ തിരിയാക്കിന്റെ പ്രത്യേകത ഇഞ്ചി മുട്ടായി പോലെ തന്നെ ഇഞ്ചി മുട്ടായി ഇഞ്ചി കൊണ്ട് കുറച്ച് മധുരമുണ്ട്. മധുരത്തിന് വേണ്ടി ചേർക്കേണ്ടത് എന്താണ്? ഹണി. അപ്പം ചിക്കനിൽ ഹണി ഒഴിച്ചതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ല, കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമല്ലോ. ഹണി ഒഴിച്ചോണ്ട് ഇത് പെട്ടെന്ന് കാരമലൈസ് ആവും. സോ ഇറ്റ് ബിക്കം ഡാർക്ക് ഫാസ്റ്റർ. അപ്പോൾ നമ്മൾ ഈ ഹണി എല്ലാം ഒഴിച്ചു, എരിയും പുളിയും എല്ലാം ഉള്ള ഈ ചിക്കൻ എണ്ണയിലോട്ട്. സാധാരണ നമ്മൾ നല്ല ഡിഷ് ഉണ്ടാക്കുമ്പോഴേ നല്ല സ്മെല്ല് അപ്പുറത്തെ വീട്ടിലേക്കാ പോകുന്നല്ലേ? അല്ലേ? കേട്ടാ, അങ്ങനെ കറക്കുന്നതാണ് കാരമലൈസ്. ബാർബിക്യൂ ചൂടുമ്പോ ഇങ്ങനെ കറക്കൂലേ? ദൂരെ ഇരിക്കുന്ന മലയാളികൾക്ക് കാണിച്ചു കൊടുക്കാം. കണ്ടാ, കറക്റ്റാ? കറക്റ്റ് ആണോ? ശരിക്കും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് വിൽ മേക്ക് ഇൻട്രസ്റ്റിംഗ് ഡ്രിങ്ക്. ആ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാങ്ങിച്ച സാധനം എന്തൊക്കെയാണ്? അവോക്കാഡോ. എന്തൊക്കെയാണോ? അവോക്കാഡോ ഇസ് എ ബെറി. ഇതിനെങ്ങനെ കട്ട് ചെയ്യുന്ന അറിയാമോ? അവോക്കാഡോ half ആയിട്ട്. So you will see a stone inside. Do you see the stone in there? Yes. How do you remove the stone? Hit it like this. കണ്ടാ, ഈ സ്റ്റോൺ ഇവിടെ വേണം. സ്റ്റോൺ കൂടെ ഇടുവാണെങ്കിൽ ഈ ഫ്ലഷ് പെട്ടെന്ന് കറക്കൂല. How to remove a stone? I showed you. Can you do it? Don't get hurt. Okay, avocado. നമുക്ക് സാൻഫോണിന്റെ ബ്ലെൻഡർ. ഇതിന്റെ സ്റ്റോൺ കഴിക്കാൻ പറ്റും? സ്റ്റോൺ കഴിക്കാൻ പറ്റില്ല. സ്റ്റോൺ അല്ലേ? അത് കുറച്ച് ഹണി ഒഴിച്ചോളൂ. എന്തോരം ഒഴിക്കണം? ഇത്ര മതിയാ? പോരല്ലേ? നല്ല മധുരം വേണ്ടേ സർബത്ത് ഉണ്ടാക്കുമ്പോ? സർബത്തോ? അതെ, നമ്മളിപ്പോ ഡ്രിങ്ക് ഉണ്ടാക്കൂലേ? ഓക്കെ, ദിസ് ഇസ് അവോക്കാഡോ ഹണി ആൻഡ് യോഗർട്ട് സ്മൂത്തി. ഇത് കണ്ടാ, goat's yogurt. Yes. കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് പ്ലെയിൻ വാങ്ങിച്ചാൽ പ്ലെയിൻ യോഗർട്ട് ഉപയോഗിക്കാം. പക്ഷെ എനിക്കിത് ഫാൻസി ആയിട്ട് കിട്ടി. ഇത് വറുക്കാം. ചിക്കന്റെ പുറത്തെടുക്കല്ലേ? ചിക്കന്റെ പുറത്തെടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ചിക്കന്റെ പുറത്തെടുക്കാനായിട്ട് ആയ ചിക്കനൊക്കെ ആദ്യം എടുക്കാം. ഓക്കെ, സോ ഇത് ലുക്കിംഗ് മൊരിഞ്ഞു കരിഞ്ഞു. അങ്ങോട്ട് നോക്കി പറഞ്ഞു പ്രേക്ഷകരുടെ മൊരിഞ്ഞു. അപ്പൊ ഹണി കൂടി പോയോ അതോ കറക്റ്റ് ആണോ നോക്കണ്ടേ? കുടിച്ചോളൂ. കുടിച്ചിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാമോ? മലയാളത്തിൽ പറഞ്ഞ കിടു. ഇതൊക്കെ കേട്ട് എനിക്ക് സമാധാനമായി. നിങ്ങൾക്ക് സമാധാനമായില്ല എനിക്കറിയാം. സമാധാനമാവണമെങ്കിൽ അടുത്ത സീൻ എന്താണ്? ഫ്രണ്ട്സ് വരുന്ന സീൻ. ചിക്കൻ റെഡിയായി. ചിക്കന്റെ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ റെഡിയാക്കി വെച്ച ഈ മൊരിഞ്ഞ ചിക്കൻ. മൊരിഞ്ഞ ചിക്കൻ. ഇത് മൊരിഞ്ഞത് വിളമ്പാൻ പോവാണ്. വിളമ്പുന്നതിന് മുമ്പ് ഇതിന്റെ പുറത്ത് നമ്മൾ സോസ് ഒഴിക്കും. അത് ഞാൻ കാണിച്ചു കൊടുക്കാം. യു ഹാവ് ടു ഗോ ചേഞ്ച് ആൻഡ് കം ടു ദ ടേബിൾ. പ്ലീസ് ഡോണ്ട് ഗോ എനിവെയർ. ഐ ആം ഹിയർ ഫോർ യു. Are you happy? Yes, obviously. I tasted it. It's very yum. I need to know your name exactly one more time. Avanija Lakshmi. Yes. നിങ്ങളുടെ ഫ്രണ്ട്സ് എപ്പോ വരും? വരേണ്ട ടൈം ആയിട്ടുണ്ടാവും. ആണോ? ബെല്ലടിക്കാവോ അതോ കയറി ഇടിച്ചു കയറി വരുമോ? രണ്ടും ആവാം. ഓ, അടിപൊളി ഫ്രണ്ട്സ്. അപ്പൊ അടിച്ചു പൊളിച്ചാ വരച്ചോളൂ. Anyway, yes, they are. So you go and bring them because I'm here. Okay. Oh, I see you.
അല്ല എല്ലാവർക്കും താടി ഉണ്ട് അല്ലേ? ഒരുവിധം പുള്ളിക്കാരൻ ഇപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്റെ വീട്ടിൽ ബാക്കിയുള്ള താടിയുണ്ട്, ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുക. 4 brothers and 1 sister. Fantastic. Lucky all of you. Shakir, Rauf, Yasser and Janis. താടിക്കാരൻ. നിങ്ങൾ എല്ലാവരും പണിയെടുത്തല്ലേ? ഹംഗ്രി ആണല്ലോ. വൈറ്റ് റൈസ് ആണ്, കുഴപ്പമില്ലല്ലോ. രാത്രി വൈറ്റ് റൈസ് കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഷൂട്ട് ചെയ്ത് രാത്രിയായി. ഓക്കെ, ഇവിടെ വന്നത് നമ്മളൊക്കെ ലേസി ആയിപ്പോ. പുള്ളിക്കത്തി കൊടുക്കണോ? നിങ്ങൾ കൊടുത്തേ. ഓക്കെ, ഭയങ്കര കാര്യം കാണാൻ. ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഈ അഭിപ്രായം വരാൻ പോകുന്നത്. അതെ അതെ, ഓരോ കോഴിക്കാല് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നല്ലോ. കണ്ടല്ലോ കോഴിക്കാല്. ഇത് കരിഞ്ഞിരിക്കണോ മൊരിഞ്ഞിരിക്കണോ എങ്ങനെ ഇരിക്കണോ എന്നുള്ളതൊന്നും അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയുള്ള ഷോ അല്ല. കഴിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ജ്യൂസിന്റെ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് പൊട്ടിക്കുന്ന ഒരു സീനാണ്. അപ്പൊ ഓക്കെ, സ്റ്റാർട്ട്. കൊള്ളാമോ? ശരി, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ ചിക്കനിലും കൂടെ വരുന്നുണ്ടോ നോക്കട്ടെ. പ്രതികരിച്ചാലോ? എങ്ങനെയുണ്ട്? ഓ, ഫസ്റ്റ് വാവ് ഇവിടെ നിന്ന് വന്നു, അവിടെ സൂപ്പർ വന്നു. ഓക്കെ, കഴിച്ചു നോക്കിയാ അല്ല യാസർ, യാസറല്ലേ? റൌഫ് യാസർ. കൊള്ളാം, പൊളിച്ചു. ഓക്കെ, ഞാൻ പോയി അടുക്കാം. ബാക്കി ഷോ നിങ്ങൾ വിളിച്ചോണ്ടിരിക്കും കേട്ടാ. അപ്പൊ നിങ്ങൾ കഴിച്ച് എൻജോയ് ചെയ്യൂ. ഞാൻ പുള്ളിക്കാർക്ക് ഒരു പ്രൈസ് കൊടുക്കാം. പുള്ളിക്കാർക്ക് കുറെ പാട്ട് പാടി. സാൻഫോർഡിന്റെ വക ഒരു റൈസ് കുക്കർ കൊടുക്കുവാണ്. അതൊക്കെ പാട്ട് പാടിയല്ലേ? നിങ്ങൾ തിരിഞ്ഞ പ്രഷറിലാണ് കാണട്ടെ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പില് ചോറ് ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പുള്ളിക്കാർക്ക് ആയിരിക്കും. ഓക്കെ, യു ടേക്ക് കെയർ ഓഫ് ദ മീറ്റ്. ഞാൻ പോട്ടെ. പ്രേക്ഷകരെ ഇനി പാടില്ല കേട്ടാ. പ്രേക്ഷകരെ അവർ പാടോ പാടാതിരിക്കുകയോ ചെയ്യട്ടെ, അവരുടെ ട്രീറ്റായി. എന്റെ കാര്യം കഴിഞ്ഞു. അടുത്ത ആഴ്ച വീണ്ടും ഞാൻ ഇന്ന് പോയാലേ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റുമുള്ളൂ. നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ മീഡിയ വണ്ണിൽ ഫേവറേറ്റ് ഷെഫ് അനിൽകുമാർ വിൽ ബി ബാക്ക് വിത്ത് അനദർ ഗ്രേറ്റ് എപ്പിസോഡ് ഓഫ് ട്രീറ്റ്. ടിൽ ദെൻ, ഗുഡ് ബൈ. मेरा साथ ना छोड़ेंगे दोस्ती हम नहीं